അതേ പ്രിയ സഹോദരങ്ങളെ, ഇയ്യോബിനെ പോലെ എല്ലാം നഷ്ടപ്പെട്ടവനായി, ഉറ്റവരാലും ഉടയവരാലും തള്ളപ്പെട്ടവനായി നീ മാറിയേക്കാം. അതുപോലെ തന്നെ സഹായിച്ചവരും കൂടെ നിന്നവരും മുഖം തരാതെ മാറിപ്പോയേക്കാം. എന്നാൽ ആരൊക്കെ ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നമുക്കായി സ്വർഗത്തിലുണ്ട്. നിങ്ങളിന്ന് പകലിൽ വിശ്വസിക്കുന്നു. ലോകത്തിന് നാനാഭാഗത്തിരുന്നുകൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെ, യൂട്യൂബ് ചാനലിലൂടെ, ഇതര മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൂടാതെ തന്നെ ഇന്നാദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചിതറിപ്പാർക്കുന്ന അനേകരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്കൊരുമിച്ച് സ്വർഗസ്ഥനായ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അനേക ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ട്, അനേക സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട്, അനേക ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട്, അനേക മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്, ഫോൺ ചെയ്ത് അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ ദൈവം അതിലൂടെയൊക്കെ മറുപടി നൽകി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദീർഘവർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷയിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകർക്ക് പുതിയ വഴികളെ തുറന്നു കൊടുത്ത് സ്വർഗസ്ഥനായ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ തന്നെ അനേകരെ ദൈവം തന്നിലേക്ക് ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്കായിട്ട് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേക പ്രിയപ്പെട്ടവരാണ് ഈ ശുശ്രൂഷ നിമിത്തമായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ യേശു കർത്താവുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുവാനിടയായി തീർന്നു. നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്, മാനിക്കപ്പെടാൻ പോകുകയാണ്. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം തന്നെയാണ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയ പിതാവേ, ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആൻഡമാൻസിലുള്ള ജോഷി സിസ്റ്ററേയും കുടുംബത്തെയൊക്കെ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ പുതിയ വഴികളെ തുറക്കണം, സാമ്പത്തിക ഉറവയെ തുറക്കണം, ജോലിക്കൊരു സ്ഥിരത ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആൻഡമാൻസിൽ പാർക്കുന്ന ഞങ്ങളുടെ പ്രിയ കുടുംബത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മേൽത്തരമായ അനുഭവത്തിലൂടെ നടത്തണമേ. 2024 മുഴുവൻ ദൈവത്തിൻ്റെ ഫേവർ കൊണ്ട് ദൈവം നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ പ്രീതിയാൽ നടത്തപ്പെടുമാറാകട്ടെ. കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദാനം കൊടുത്ത 2 തലമുറകളെ അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആൻഡമാൻസിൻ്റെ ദേശത്ത് ഞങ്ങളുടെ പ്രിയ കുടുംബം ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി വിതച്ചതെല്ലാം കർത്താവെ അത് പ്രതിഫലമാക്കി മടക്കി കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും മാന്യരായി തീരാനായിട്ട് പോകുകയാണ്. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കാൻ പോകുന്നു. ഏവരെയും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഹാർദമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിലേക്ക് ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. യോശുവയുടെ പുസ്തകം എടുത്താണ്ട് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. നമ്മുടെ ഈ ദിവസങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ്, അതിന് ദൈവം ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചു കേട്ടാട്ട്. 3 കുട്ടികൾ തങ്ങളുടെ പഠനത്തിൽ മികവ് കാട്ടിയതിൽ അവരുടെ യോഗ്യത അനുസരിച്ച് പാരിതോഷികം സ്വീകരിക്കണമായിരുന്നു. 3 കുട്ടികൾ അവരുടെ പഠനത്തിൽ മികവ് കാട്ടിയതനുസരിച്ച് അവർക്ക്
ഒരു പാരിതോഷ്യം അവരെ ഇങ്ങനെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തങ്ങൾക്ക് ലഭിക്കേണ്ടത് ക്യാഷ് അവാർഡാണോ പകരം ഒരു ബൈബിളാണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്ക് മുമ്പിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ആദ്യത്തെ 2 പേരും ക്യാഷ് അവാർഡ് മതി എന്ന് അവർ തീരുമാനിക്കുന്നു. എന്നാൽ മൂന്നാമനാകട്ടെ ബൈബിൾ സ്വീകരിക്കണമെന്നാണ് അവൻ്റെ മനസ്സിലെ ആഗ്രഹം. ബാക്കി 2 പേര് ക്യാഷ് അവാർഡ് മതി എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ കുട്ടി ബൈബിൾ സ്വീകരിച്ചു. അവൻ അത് തുറന്നു നോക്കിയപ്പോൾ മറ്റ് 2 പേർക്കും ലഭിച്ചതിനേക്കാളും വലിയ തുക ഉള്ളടക്കം ചെയ്ത ഒരു ചെക്ക് അതിനകത്ത് ഇരിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവന് ഇരട്ടി പ്രതിഫലം ലഭിക്കുകയുണ്ടായി. അതേ, തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കാര്യത്തിൽ അവൻ ശ്രദ്ധയുള്ളവൻ ആയിരുന്നു, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവൻ ആയിരുന്നു എന്ന് ഈ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അതേ പ്രിയരെ, ദൈവം നമ്മുടെ മുമ്പിൽ 2 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് വച്ചിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഇന്ന് സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. എന്താണ് 2 കാര്യം? അത് ഞാൻ പറയാനായിട്ട് പോവുകയാണ്. 1 ജീവൻ, 2 മരണവും. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. വേദപുസ്തകം നമ്മളെ അത് പഠിപ്പിക്കുകയാണ്. ജീവൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, മരണം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, അനുഗ്രഹം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, ശാപം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. തുടർന്ന് ദൈവം പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് ജീവനെ തിരഞ്ഞെടുക്കുക എന്നാണ് വാക്യം. ആ വാക്യം ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് മുന്നമേ ചൂണ്ടിക്കാണിച്ചത്. നാം ജീവൻ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ദൈവം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. നീ ജീവിച്ചിരുന്ന പെരുകുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതാകുന്നു. നാം ജീവിച്ച് പെരുകുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന വലിയവനായ ദൈവമാണ്. അതെ, നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് ബുദ്ധിയുള്ളവരായി മാറാം. സഹോദരങ്ങളെ, ഇന്ന് വ്യത്യസ്ത മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് ബുദ്ധിയുള്ളവരായി മാറാം. നിങ്ങളുടെ തീരുമാനങ്ങളാണ് കഴിഞ്ഞ നാളിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങളാണ് നിങ്ങളെ ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ബുദ്ധിയോടുകൂടെ തിരഞ്ഞെടുത്തിരിക്കുന്നവര്, ബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ ചെയ്തവര്, തിരഞ്ഞെടുത്തവര്, വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുത്തവരെല്ലാം വിജയിക്കുവാനിടയായി. നിങ്ങൾ വിജയിച്ച് കാണുമെന്ന്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കാണുമെന്ന്, നിങ്ങൾ മാനിക്കപ്പെട്ട് കാണുമെന്ന് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ ബുദ്ധിയുള്ളതായി മാറട്ടെ. നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളതായി മാറട്ടെ. നമ്മുടെ തീരുമാനം അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നറിയാം. അപ്പോൾ തന്നെ 119-ാം സങ്കീർത്തനം 30-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ വിധികളെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നും കൂടെ നമ്മൾ അവിടെ കാണുകയാണ്. അപ്പോൾ തന്നെ സദൃശ്യം 8:10, വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവീൻ എന്ന് അവിടെ നമ്മൾ വായിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 1:22, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന വാക്യം നമ്മൾ കാണുകയാണ്. ലൂക്കോസ് 10:42, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ലൂക്കോസ് 10:42 നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട വചനമാണ്. ശ്രദ്ധിക്കുക പ്രിയരെ, ഭൗതിക അധ്വാനവും അപ്പോൾ തന്നെ ഭക്ഷണവും
ഒരുക്കുന്നതും പ്രയോജനമില്ലാത്തതും അനാവശ്യമാണെന്ന് യേശു കർത്താവ് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടേയില്ല. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഭൗതിക അധ്വാനം നമുക്ക് ആവശ്യമാണ്, ഭക്ഷണം നമുക്ക് ആവശ്യമാണ്, ഭൗതിക അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം അനാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് സ്വർഗസ്ഥനായ ദൈവം ഒരിക്കൽ പോലും പഠിപ്പിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് യേശു കർത്താവ് ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. യേശു അവരോട് കൂടെ അല്പസമയം മാത്രമേ ഉള്ളൂ എന്നും അവരെ ധാരാളം സത്യങ്ങൾ പഠിപ്പിക്കുവാനുണ്ടെന്നും യേശു കർത്താവ് അർത്ഥമാക്കുകയാണ്. മറിയ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തുന്നു. എന്നാൽ മാർത്ത മറ്റു പല കാര്യങ്ങളാൽ അതിൽ നിന്നും അകന്നിരിക്കുകയാണ്. മറിയ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തിയെടുക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയാനായിട്ടുള്ള ദൂതെന്ന് പറയുന്നത്, നല്ല അംശം തിരഞ്ഞെടുക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരു കാലത്തും പരാജയപ്പെട്ടു പോകുകയില്ല. മറിയ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ, സാഹചര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് പ്രയോജനമാക്കി മാറ്റാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിച്ചാട്ടെ. ധാരാളം അവസരങ്ങളാണ് ഇന്റർനെറ്റിനകത്തൂടെയും ഫോണിനകത്തൂടെയും ഒക്കെ ഇങ്ങനെ മണിക്കൂറുകൾ കണക്കിന് ഓരോരുത്തരും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മറിയ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തുകയാണ്. 2024 ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ നിങ്ങൾ തക്കത്തിന് ഉപയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാവകാശങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ, ചെയ്തു തീർത്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇനി യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? യേശു കർത്താവിൻ്റെ വഴി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. യോഹന്നാൻ 14:6 ശ്രദ്ധിക്കുക. ഞാൻ തന്നെ വഴിയാണ്. ദൈവം പറയുന്നു, വലിയവനായ ദൈവം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയാണ്, ഞാൻ തന്നെ സത്യമാണ്, ഞാൻ തന്നെ ജീവനാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിൻ്റെ അടുക്കൽ എത്താൻ ഒരേ ഒരു മാർഗം യേശു ക്രിസ്തു മാത്രമാകുന്നു എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇതിലും വലിയ ഒരു തിരഞ്ഞെടുപ്പില്ല എന്നറിയുക. ലോകത്ത് പലരും പല വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് ഏതാണ്? ഒരേ ഒരു വഴി, ജീവന്റെ വഴി യേശു ക്രിസ്തു മാത്രമാണ്. ഇതാ, ആരും പിതാവിൻ്റെ അടുക്കൽ യേശു ക്രിസ്തുവിനെ കൂടാതെ എത്തുന്നില്ല. അപ്പോൾ ജീവന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സത്യത്തിൻ്റെ മാർഗം ദൈവവചനത്തിൽ മാത്രം വെളിപ്പെട്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് വഴി തുറന്ന് അവിടെ നമുക്ക് വഴി തുറന്ന് ഇട്ടിരിക്കുകയാണ്. മാർഗനിർദ്ദേശത്തിനായിട്ട് വഴി കാട്ടുന്ന അടയാളങ്ങൾ സ്ഥാപിക്കുകയും ലക്ഷ്യസ്ഥാനം വ്യക്തമായി നിർവചിക്കുകയും ചെയ്തിരിക്കുന്നു. സത്യത്തിൻ്റെ വഴിയിലൂടെ നാം നടക്കുന്നില്ലെങ്കിൽ പരാജയത്തിൽ ചെന്ന് അകപ്പെടുമെന്ന് അറിയുക. ഇന്ന് പലരും പരാജയപ്പെട്ട് നിരാശയിൽ ആയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സത്യത്തിൻ്റെ വഴി കഴിഞ്ഞ നാളിൽ തിരഞ്ഞെടുക്കാത്തതായിരുന്നു. നിങ്ങൾക്കറിയാമായിരുന്നു ഇതായിരുന്നു വാസ്തവമായ കാര്യം, ഇതാണ് സത്യമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങൾ ആ വഴി തിരഞ്ഞെടുക്കാതെ പോയതാണ് പരാജയത്തിൽ ചെന്ന് അകപ്പെടാൻ ആയിട്ടുള്ള കാരണം. ആയതിനാൽ നാം തിരഞ്ഞെടുക്കേണ്ട വഴി സത്യത്തിൻ്റെ മാർഗം ആയിരിക്കണമെന്നറിയുക. ഒന്നുകൂടി പറഞ്ഞാൽ, യേശു കർത്താവിൻ്റെ പാതയിൽ ആയിരിക്കണം. അവിടുന്ന് നിങ്ങളെ അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ പാതയിലായിരുന്നാൽ അവിടുന്ന് നിങ്ങളെ വിജയിപ്പിക്കും. വീണ്ടും പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ വഴിയിലായിരുന്നാൽ അവിടുന്ന് നിങ്ങൾക്കൊരു വിജയം നൽകിത്തരും. യേശു ക്രിസ്തുവിൻ്റെ വഴിയിൽ ആയിത്തീർന്നാൽ അവിടുന്ന് നിങ്ങളെ സഹായിക്കാതെ ഇരിക്കുകയില്ല.
നിശ്ചയമായിട്ടും അവിടുന്ന് നിങ്ങളെ സഹായിക്കും. യേശു ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ അവിടുന്ന് നിങ്ങളെ ശക്തീകരിക്കും എന്നറിയുക. അടുത്തത്, യേശു ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ അവിടുന്ന് നിങ്ങളെ ബലപ്പെടുത്തുമെന്നറിയുക. യേശു ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നറിയുക. യേശു ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ അവിടുന്ന് നിങ്ങളുടെ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റുമെന്നറിയുക. യേശു ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ അവിടുന്ന് നിങ്ങളെ സമാധാനത്തിൽ കാക്കുമെന്നറിയുക. തീർന്നില്ല, അവൻ്റെ വഴി തിരഞ്ഞെടുത്താൽ അവിടുന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ അവൻ്റെ വഴി തിരഞ്ഞെടുക്കുക. ഇനിയൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുകയാണ്. കപ്പലിൻ്റെ ക്യാപ്റ്റനോട് ഒരിക്കൽ ഒരു യാത്രക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും വോൾട്ടയർ, അതുപോലെ തന്നെ ടോം ചെയിൻ, റോബർട്ട് ഇംഗർബോൺ എന്നിങ്ങനെയുള്ള അവരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ, അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ഈ ക്യാപ്റ്റനോട് ഒരു യാത്രക്കാരൻ ചോദിക്കുകയാണ്. ഇല്ല എന്ന് ക്യാപ്റ്റൻ ഉടനെ മറുപടി പറഞ്ഞു. എന്നാൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുകയാണ്. അന്നേരം ക്യാപ്റ്റൻ ഇപ്രകാരം മറുപടി കൊടുക്കുകയാണ്, മിസ്റ്റർ ജോൺ, ഞാൻ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ട് പല വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് വളരെ വലിയ അനുഭവ സമ്പത്തുണ്ട്. ഞാൻ ഒരു ചെറുപ്പക്കാരനാണെങ്കിലും എനിക്ക് ഈ കടലിനെക്കുറിച്ച്, കപ്പലിനെക്കുറിച്ചൊക്കെ എനിക്ക് വലിയ അനുഭവ സമ്പത്തുണ്ടെന്ന് ഈ ക്യാപ്റ്റൻ ഈ യാത്രക്കാരനോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. എനിക്ക് വളരെ നാളുകൾക്ക് മുമ്പ് ലഭിച്ച ചാർട്ടിൻ്റെ സഹായത്താലാണ് ഞാനിങ്ങനെ ഈ കപ്പലിങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ചാർട്ടിൻ്റെ സഹായത്താൽ കടലിലെ ആഴങ്ങളെക്കുറിച്ചും മറ്റും പഠിക്കുവാനും എൻ്റെ കപ്പൽ നിശ്ചിത തുറമുഖത്ത് എത്തിക്കുവാനും എനിക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ വ്യക്തി ജീവിതങ്ങളിലൊക്കെ അനുഭവങ്ങളൊക്കെ എനിക്ക് കുത്തിയിരുന്ന് പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം വരുന്നില്ല എന്ന് ആ ക്യാപ്റ്റൻ ഈ യാത്രക്കാരനോട് വിശദമാക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനായ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരിക്കൽ പോലും കടലിലെ പാറക്കെട്ടുകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. മറ്റു ചിലർക്കുണ്ടായിട്ടുള്ള കഷ്ടതയുടെ അനുഭവങ്ങളാൽ പാറയുടെ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പാറയിലൊക്കെ തട്ടി കപ്പലിന് തകർന്നു പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ എനിക്കറിയാം. എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ വറിയാകുന്നില്ല എന്ന് ഈ ക്യാപ്റ്റൻ ഈ യാത്രക്കാരനോട് പറയുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പലതിനെയും ചൊല്ലി ഇങ്ങനെ എപ്പോഴും ഭാരപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ട കാര്യം വരുന്നില്ല. നിങ്ങളെ അവിടുന്ന് വലിയവനായ ദൈവം നടത്താൻ ശക്തനാണെന്നും കൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുകൂടാതെ തന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് പഠിച്ച ബൈബിൾ പാഠങ്ങളും സൺഡേ സ്കൂളിലെ അഭ്യാസനവും എൻ്റെ ജീവിത സമുദ്രത്തിലെ ചാർട്ടായി തീർന്നിരിക്കുന്നു എന്ന് ഈ ക്യാപ്റ്റൻ ആ യാത്രക്കാരനോട് പറയുകയാണ്. വീണ്ടും ആ യാത്രക്കാരനോട് ക്യാപ്റ്റൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് ധാരാളം വചനങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അമ്മ എനിക്ക് നല്ല നല്ല വചന കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു, നല്ല ബൈബിൾ കഥകൾ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അനേകം അനുഭവങ്ങളൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ പലപ്പോഴും ഞാൻ അത് ഓർക്കാറുണ്ടെന്ന് ക്യാപ്റ്റൻ പറയുകയാണ്. അതുകൂടാതെ തന്നെ സൺഡേ സ്കൂളിലെ എൻ്റെ പഠനം, അതുപോലെ തന്നെ അഭ്യാസനവും അതുപോലെ തന്നെ എൻ്റെ ജീവിത സമുദ്രത്തിലെ ചാർട്ടായി തീർന്നിരിക്കുകയാണ്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ പല ക്ലാസ്സുകൾ ഞാൻ സൺഡേ സ്കൂള് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ പോയി പഠിക്കുമായിരുന്നു. അതെൻ്റെ ജീവിതത്തിലെ ഒരു ചാർട്ടായിട്ട് മാറിയിരിക്കുന്നു എന്നൊക്കെ ഈ യാത്രക്കാരനോട് ഈ ക്യാപ്റ്റൻ പറയുകയാണ്. അതെ, എൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ച് വഴി നടത്തുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമാകുന്നു എന്നും കൂടെ ആ ക്യാപ്റ്റന് ഈ യാത്രക്കാരനോട് പറഞ്ഞ് കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ആർക്കാണ്? ദൈവത്തിനോ അതോ നിങ്ങളുടെ ബുദ്ധിക്കാണോ എന്ന് നിങ്ങൾ ഈ അവസരത്തിൽ ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സഹോദരങ്ങളെ, നമ്മളെ വഴി നടത്തേണ്ടത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായിരിക്കട്ടെ. നമ്മളെ വഴി നടത്തേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസിലായിരിക്കണം നമ്മൾ ഓരോ ദിവസവും നടന്നു പോകേണ്ടത്. നമ്മളെ വഴി നടത്തേണ്ടത് കർത്താവിൻ്റെ കരമായിരിക്കട്ടെ. നമ്മളെ വഴി നടത്തേണ്ടത് മാറ്റമില്ലാത്ത വചനമായിരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ അനേകരോട് അറിയിക്കുകയാണ്. അനേകർ വളരെ
ഭാരത്തോടെ, വളരെ ഒരുപാട് ജീവിതത്തിൽ എങ്ങും എത്താത്തവരായി വളരെ നിരാശയോടുകൂടെയാണ് ഈ സന്ദേശമൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ അല്പസമാധാനത്തിന് വേണ്ടി TV ചാനൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇന്ന് ഈ ശുശ്രൂഷ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ ഇടയായി തീർന്നത്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് വിജയിക്കണമോ, നിങ്ങൾക്ക് മഞ്ഞരായി തീരണമോ, നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഈ മരുഭൂമിയിൽ ക്ഷേമത്തോടെ യാത്ര ചെയ്യണമോ, സമാധാന അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യണമോ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതാ, ഞാൻ നേരത്തെ ഒരു ക്യാപ്റ്റൻ്റെ കഥ പറഞ്ഞതുപോലെ, ആ ക്യാപ്റ്റൻ ചെറിയ പ്രായത്തിൽ തന്നെ സൺഡേ സ്കൂൾ പഠിക്കുന്നതിൽ താൻ ഉത്സാഹിയായിരുന്നു. താന് ദൈവവചനം പഠിക്കുന്നതിൽ താന് ഉത്സാഹം കാണിച്ചു. അത് നിമിത്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഉടനീളം തനിക്ക് നല്ല നല്ല അനുഭവങ്ങൾ, വിജയത്തിൻ്റെ ആ അനുഭവങ്ങളൊക്കെ തനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ, ഞാൻ വീണ്ടും നിങ്ങളോട് അറിയിക്കുകയാണ്, നിങ്ങൾ വിജയിച്ച് ഉന്നത നിലകളിൽ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സന്ദേശമൊക്കെ വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഏത് നിലയിലായിരിക്കുന്നു? നിങ്ങൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രാധാന്യം കൊടുക്കുന്നവരാണോ? ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കാൻ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നവരാണോ? അതോ സാമ്പത്തികത്തിന് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നവരാണോ? അനേകർ പ്രയർ ലൈനിൽ വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം എന്തെന്ന് ഞങ്ങൾ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ അവരോട് വചനം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾ വചനങ്ങൾ ഏറ്റെടുത്ത നിമിത്തമായി അവരെല്ലാം ഇന്ന് സമാധാന അന്തരീക്ഷത്തിലായിരിക്കുകയാണ്. പലരും ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെ ചെന്നാൽ സമാധാനം കിട്ടുമെന്ന് വളരെ ഭാരത്തോടുകൂടി ആയിരിക്കുന്ന അനേകർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ജീവന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് വലിയൊരു സമാധാനം വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും അയക്കുമെന്നറിയുക. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ്. അമേരിക്കയിൽ ഒരു കുടുംബം മുഴുവനുമായിട്ട് അവരുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് വിലയുള്ള ഭവനത്തിൽ താമസിക്കുകയും കോടാനുകോടി രൂപയുടെ ആസ്തി എല്ലാ മാസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ. ഇങ്ങനെയുള്ള കുടുംബങ്ങളിലൊന്നും സമാധാനം വേണ്ടവണ്ണം ലഭിക്കുന്നില്ല. ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി അങ്ങനെ സമാധാനം അന്വേഷിച്ച് നടക്കുകയാണ്. പലരും സാമ്പത്തികമായിട്ട് ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് സമാധാനമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. പലരുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു നിൽക്കുന്നവരാണ്, നല്ല ജോലിയുണ്ട്, സ്വന്തമായ കമ്പനികൾ നടത്തുന്നവരുണ്ട്. പലരും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ഉറപ്പായും പറയുന്നു, നിങ്ങൾ അലയേണ്ട കാര്യമില്ല. സമാധാനത്തിന് നായകനായ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കുറവിനെ അവൻ പരിഹരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു സമാധാനം നൽകി തരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ മോടി പിടിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ കളർഫുള്ളാക്കി മാറ്റാൻ പോവുകയാണ്. പലരും ഇന്ന് അനുഭവിക്കുന്ന വലിയ വിദേശ രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്യുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് മാനസിക സംഘർഷമാണ്. മാനസിക സംഘർഷത്തിൽ നിന്ന് സ്വർഗസ്ഥനായ ദൈവം യുവജന ശുശ്രൂഷയിലൂടെ പലരെയും വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ പറയുകയാണ്, നിങ്ങളുടെ ജീവിതം ഇന്ന് ഈ നിമിഷം വരെ തകർച്ചയിലൂടെ കടന്നു പോയവരാണ്. എന്നാൽ ഇതാ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അവൻ്റെ പാതയിൽ നടത്തി നിങ്ങളെ അവൻ വിജയിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് സമാധാനം നൽകി തരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തെ നൽകി തരാൻ പോവുകയാണ്. സാമ്പത്തികം ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടവണ്ണം സമാധാനത്തെ കൊണ്ടെത്തിക്കത്തില്ല. സാമ്പത്തിക നന്മകൾ ആവശ്യമാണ്, ഭൗതിക നന്മകൾ ആവശ്യമാണ്. എന്നാൽ സാമ്പത്തികത്തെക്കാൾ വലിയ മറ്റ് എല്ലാ ഘടകത്തെക്കാളും വലിയ ഒരു ദൈവ സമാധാനം നിങ്ങളിൽ വാഴേണ്ടതിനെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമായിട്ട് ഞങ്ങൾ പോകുകയാണ്. ഞാൻ നേരത്തെ
ചോദിച്ചതുപോലെ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ കർത്തൃത്വം ആർക്കാണ്? സാത്താന്യ ശക്തികൾക്കോ അതോ ദൈവത്തിനോ അതോ നിങ്ങളുടെ ബുദ്ധിക്കോ? പലരും അവരുടെ ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലരും പരാജയത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാ കർത്താവുമായിട്ട് മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ചെന്നെത്തുന്നത് ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു വിജയത്തിൻ്റെ ഒരു അനുഭവത്തിലേക്കായിരിക്കും ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് പോകുന്നത്. വിദേശ രാജ്യത്തിരുന്നു കൊണ്ട്, ഇംഗ്ലണ്ടിൽ ഇരുന്നു കൊണ്ട്, അമേരിക്കയിൽ ഇരുന്നു കൊണ്ട്, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടൊക്കെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരോട് പറയാനുള്ള ഒരേ ഒരു ആലോചന, ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കാം. യേശു ക്രിസ്തുവുമായിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള അവസരമാണ്. അങ്ങനെ യാത്ര ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഏറ്റവും മാന്യരായി തീരാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ചില വിടുതലുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു സാക്ഷ്യം പറയുവാനാണ്. എൻ്റെ പേര് സാറ ആൻ തോമസ്. ഞാൻ PG കഴിഞ്ഞ് 1 വർഷമായിട്ട് നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. കഴിഞ്ഞ 2 തവണ എഴുതിയിട്ടും ജയിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് ബ്രദറിനെ കണ്ടുമുട്ടി. അങ്ങനെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അറിയിച്ച് കഴിഞ്ഞ ഡിസംബർ 2020 നടന്ന എക്സാം എനിക്ക് വിജയിക്കാൻ സാധിച്ചു. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറുകയില്ല, അത് നിറവേറുക തന്നെ ചെയ്യും. ഈ ഒരു നല്ല വിജയം തന്നതിനായി ദൈവത്തോട് സ്തോത്രം. ആമേൻ. ഓടി വന്നാട്ടെ, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആരാണ് ഈ ദിവസങ്ങളിൽ ഒരു ജോലിക്കായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കായിട്ട് അവിടുന്ന് അത്ഭുതം ചെയ്യാനായിട്ട് പോകുകയാണ്. അതുപോലെ തന്നെ മുഖം മുഴുവൻ കുരുക്കൾ വന്ന് നിറഞ്ഞ് വികൃതമായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതം ഇന്ന് ഈ ശുശ്രൂഷ നിമിത്തമായിട്ട് വിടുവിക്കപ്പെടാനായിട്ട് പോകുകയാണ്. ആരാണ് ആ തരത്തിൽ കഷ്ടപ്പെടുന്നത്? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ നിങ്ങൾ സൗഖ്യമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആരാണ് ആർത്രൈറ്റിസിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നത്? കൈയുടെ ഭാഗങ്ങളിൽ വിരലിന്റെ മടക്കാൻ കഴിയുന്നില്ല, ഇവിടെല്ലാം നീര് വെച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇത്രയധികം വെള്ളം കുടിച്ചിട്ടും വായി വരണ്ടു പോകുന്നവർ ആരാണ്? ഒരുപാട് വെള്ളം കുടിച്ചിട്ടും വായി എപ്പോഴും ഇങ്ങനെ വരണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തി ജീവിതത്തെ കർത്താവ് ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കുകയാണ്. അതേപോലെ തന്നെ ചിലന്തി കടിച്ചതിൻ്റെ കാരണത്താൽ തൊലിപ്പുറത്ത് അത്രയും ഭാഗം ഇങ്ങനെ വട്ടത്തിൽ ചുമന്നിട്ട് വികൃതമായിരിക്കുന്നവർ യേശുവിൻ്റെ നാമം, അങ്ങനൊരു കുടുംബം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പല മരുന്നുകൾ മാറി മാറി ഉപയോഗിച്ചതാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ നടക്കുകയാണ്. അപ്പോൾ തന്നെ സന്ധിവേദനയാൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. വളരെ ഭാരത്തോടെ ആയിരിക്കുന്നവർ, സമാധാനമില്ലാതായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സമാധാനമുണ്ടായി വരട്ടെ എന്ന് യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കട്ടെ. ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും കൂടി അറിയിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടാം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു.